തൃശൂരിൽ LDFും UDFും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന പഞ്ചായത്താണ് അളഗപ്പ നഗർ. 2012 മുതൽ തുടരുന്ന ഭരണം നിലനിർത്താൻ UDFും തിരികെ പിടിക്കാൻ LDFും ശ്രമിക്കുമ്പോൾ വാശിയേറിയ മത്സരത്തിനാണ് വേദിയൊരുങ്ങുന്നത്. ജില്ലയിലാകെ നേട്ടമുണ്ടാക്കിയപ്പോഴും ഇതുവരെ പഞ്ചായത്തിൽ BJPക്ക് ഒരു സീറ്റ് പോലും നേടാനായിട്ടില്ല. തൃശൂർ പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ മലയോര നാടും കാർഷിക മേഖലയുമാണ് അളഗപ്പ നഗർ. സംസ്ഥാനത്തെ ഏറ്റവും പ്രശസ്തമായ വസ്ത്രനിർമ്മാണശാലയായിരുന്ന കൊച്ചിൻ ടെക്സ്റ്റൈൽസ് ഒരു കാലത്ത് പ്രവർത്തിച്ചിരുന്ന നാട്. സ്ഥാപനത്തിന് തുടക്കം കുറിച്ച പത്മഭൂഷൺ ഡോക്ടർ അളഗപ്പ ചെട്ടിയാരോടുള്ള ആദരസൂചകമായാണ് 1968 രൂപീകൃതമായ പഞ്ചായത്തിന് ഈ പേര് ലഭിക്കുന്നത്. LDF ആണ് 44 വർഷത്തോളം പഞ്ചായത്ത് ഭരിച്ചത്. എന്നാൽ 2012 അധികാരത്തിലെത്തിയ UDFന് പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കോൺഗ്രസ് 10, CPIM 4, CPI 3 എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില. വാർഡ് വിഭജനം പൂർത്തീകരിച്ചതോടെ ഇത്തവണ 19 സീറ്റുകളിലേക്കാണ് മത്സരം. വികസന വിഷയങ്ങൾ തന്നെ പ്രധാന അജണ്ടയായി ഉയർത്തിയാണ് മുന്നണികൾ പോരിനിറങ്ങുന്നത്. അടിസ്ഥാന സൗകര്യ വികസനം, കുടിവെള്ള വിതരണം, വനിതാ ശിശുക്ഷേമം, കൃഷി തുടങ്ങിയ മേഖലകളിൽ നടപ്പാക്കിയ പദ്ധതികൾ ഉയർത്തിക്കാട്ടിയാണ് UDFന്റെ പ്രചാരണം. ഗ്രാമപഞ്ചായത്ത് വികസനം കണ്ടത് 2012 UDF അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അത് ഈ പഞ്ചായത്തിലെ മുഴുവൻ മേഖലകളിലും ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും. 18 ഏക്കറോളം തരിശുഭൂമി ഈ വർഷത്തിൽ തന്നെ ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കൃഷിക്ക് ഉപയുക്തമാക്കി കൃഷി ചെയ്തിരിക്കുകയാണ്. പഞ്ചായത്തിൻ്റെതായ എല്ലാ ഘടക സ്ഥാപനങ്ങൾക്കും നല്ല രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള കെട്ടിടങ്ങൾ പണിയാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. പഞ്ചായത്തിൽ 26 അംഗൻവാടികളാണ് ഉള്ളത്. വാടക കെട്ടിടത്തിലിരുന്ന അംഗൻവാടികൾക്ക് മുഴുവൻ സ്വന്തം സ്ഥലം കണ്ടെത്തി. ഈ ഭരണകാലഘട്ടത്തിൽ നമുക്ക് 4 തവണ സ്വരാജ് ട്രോഫിയും അതുപോലെ തന്നെ 2 തവണ നാഷണൽ അവാർഡും ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാരും പുതുക്കാട് MLA മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് LDFന്റെ മറുപടി. പഞ്ചായത്ത് തിരിച്ചുപിടിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും സജ്ജമായിട്ടുണ്ട്. നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതിക്കെതിരായിട്ട് വലിയ തോതിലുള്ള ജനരോഷം നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായി ഇപ്പോൾ 17 വാർഡുകൾ എന്നുള്ളത് 19 വാർഡുകളായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ക്ഷേമ പെൻഷൻ്റെ വർധനവ് അത് ആളുകൾ വളരെ സന്തോഷവും അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമാണ് സർക്കാർ ക്ഷേമ പെൻഷനും വിതരണം ചെയ്തിട്ടുള്ളത്. പഞ്ചായത്തിൽ BJPക്ക് ഇതുവരെ ഒരു സീറ്റിലും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 12,696 വോട്ടിന്റെ ലീഡാണ് പുതുക്കാട് മണ്ഡലത്തിൽ നിന്ന് മുന്നണിക്ക് ലഭിച്ചത്. ഈ വോട്ട് നില ശുഭസൂചനയാണെന്നും അളഗപ്പ നഗറിലും ഇത്തവണ മാറ്റമുണ്ടാകുമെന്നും BJP പ്രതീക്ഷിക്കുന്നു. ന്യൂസ് മലയാളം, തൃശൂർ.